Good morning all. Welcome to the daily news desk of Dakshina Learning. So, നമുക്ക് ഇന്നത്തെ ന്യൂസ് അനാലിസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. So, first news article related to civil defense drills നെ കുറിച്ചിട്ടാണ്. Center direct states to hold civil defense drills. Next article Indus Water Treaty യെ കുറിച്ചിട്ടാണ്. The messaging from putting the IWT in abeyance. അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ AI റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. Redrawing the not so pretty energy footprint of AI. Then cast of character, ഒരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. Next about rule of law, preventive detention ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾ ആണ്. Detaining non-citizens and the rule of law. അടുത്തത് ഹൈഡ്രജൻ വേഴ്സസ് ബാറ്ററി, ഒരു ടെക്നോളജിക്കൽ ആസ്പെക്റ്റിലുള്ള ന്യൂസ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് ഗാംബ്ലിംഗും ഗെയിം ഓഫ് സ്കില്ലിന് റിലേറ്റഡ് ആയിട്ടുള്ള റീസെന്റ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് റിലേറ്റഡ് ആയിട്ടും GST റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ലാസ്റ്റ് വൺ ഇസ് അബൌട്ട് ഫോറസ്റ്റ് റൈറ്റ് ആക്ടും അതിന്റെ ലോസിന്റെ ഒരു എക്സാമിനേഷൻ ആണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ മെയിൻ ന്യൂസ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ അനാലിസിസിലോട്ട് പോകാം. സോ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ അബൌട്ട് നാഷണൽ ഡിഫൻസ് ഡ്രിൽസിനെ കുറിച്ചാണ്. എന്താ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്? സെൻട്രൽ ഡയറക്ട് സ്റ്റേറ്റ്സ് ടു ഹോൾഡ് സിവിൽ ഡിഫൻസ് ഡ്രിൽസ്. അപ്പൊ സെൻട്രൽ സ്റ്റേറ്റ്സിന്റെ അടുത്ത് സിവിലിയൻസിനെ കൊണ്ട് ഡിഫൻസ് ഡ്രില്ല് കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് നാഷണൽ സിവിൽ ഡിഫൻസ് ഡ്രിൽസ് എന്ന് നോക്കാം. The Union Home Ministry directed states to conduct civil defense drills in 200 vulnerable districts. അതായത് ഹൈലി വൾണറബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ സിവിൽ ഡിഫൻസ് ഡ്രില്ല് കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വൾണറബിലിറ്റി മെയിൻ ആയിട്ട് ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റിയോ ഡിസാസ്റ്ററോ ബ്ലാക്ക് ഔട്ടോ ഈ ഒരു ആംഗിളിലൊക്കെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസിനെയാണ് ഈ ഒരു സിവിൽ ഡിഫൻസ് ഡ്രില്ലിൽ മെയിൻ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് പ്രിപ്പയർനെസ് എമിഡ് ന്യൂ ത്രെഡ്. അതായത് സ്ട്രാറ്റജിക് ആയിട്ട് പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് മൂവീസ് പാർട്ട് ഓഫ് ഇന്ത്യസ് പാസീവ് ഡിഫൻസ് സ്ട്രാറ്റജി. ഇന്ത്യയുടെ പാസീവ് ആയിട്ടുള്ള ഡിഫൻസ് സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻ ദ ഫേസ് ഓഫ് എമർജിംഗ് ജിയോ പൊളിറ്റിക്കൽ ത്രെഡ്സ് ആസ് സ്റ്റേറ്റഡ് ബൈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഡിഫൻസ്. അപ്പൊ എമർജിംഗ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ത്രെഡ്സിനെ ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ത്രെഡ് മെയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്, ഈ ഡിഫൻസ്. അപ്പൊ ഇത് എന്തിന്റെ പറഞ്ഞാൽ ആസ് എ പാർട്ട് ഓഫ് പാസീവ് ഡിഫൻസ് സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതിന് മാസ് ആയിട്ട് മൊബിലൈസേഷൻ വേണം, നല്ല രീതിയിൽ ലോക്കൽ ലെവലിൽ കോർഡിനേഷനും വേണം. ഓക്കെ, മെയിനായിട്ട് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ എയർഫോഴ്സും റിമൈനിങ് ആയിട്ടുള്ള ലോക്കൽ കമ്മ്യൂണിറ്റി ലെവലിലുള്ള മെയിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആൾക്കാരും കൂടിയാണ് ആക്ച്വലി ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഏതൊക്കെ ഏരിയസ് ഇമ്പോർട്ടൻ്റ് എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിലിംസിന്റെ ആസ്പെക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സിവിൽ ഡിഫൻസ് ആക്ട് എന്ന് പറയുന്നത്? ഈ ആക്ട് 1968 ആക്ച്വലി കൊണ്ടുവരുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് പീപ്പിൾ, പ്രോപ്പർട്ടി ആൻഡ് പ്ലേസസ് ഫ്രം ഹോസ്റ്റൈൽ അറ്റാക്ക്. ഇതിന്റെ ഈ ആംബിറ്റ് ഡെഫിനിഷൻ പിന്നീട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് 2010. ഇറ്റ് ഇൻക്ലൂഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൾസോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഫ്രം സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതിന്റെ ആംബിറ്റിലുണ്ടോന്ന്? ഇല്ല. ഇത് ആക്ച്വലി 2010 ഡിസാസ്റ്റർ മാനേജ്മെന്റും കൂടെ ഈ സിവിൽ ഡിഫൻസ് ആക്ടിന്റെ ആംബിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പവർ ഷെയറിംഗ് എങ്ങനെയെന്ന് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് റേസസ് സിവിൽ ഡിഫൻസ് കോർപ്സ് ആൻഡ് അപ്പോയിന്റ്സ് കൺട്രോളേഴ്സ്. മെയിൻ റൂൾസ് ആക്ച്വലി സെൻട്രൽ ആണ് ഫ്രെയിം ചെയ്യുന്നതെങ്കിലും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് ആസ്പെക്റ്റിൽ മെയിൻ ആയിട്ട് പോകുമ്പോൾ സ്റ്റേറ്റ് ആണ് അതിന്റെ കൺട്രോൾ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് എന്തൊക്കെയാണ് പാസീവ് ഡിഫൻസ് മെക്കാനിസം നോക്കാം. ഇറ്റ് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് അറ്റാക്ക് വിത്തൗട്ട് എൻഗേജിങ് ഡയറക്ട് കോമ്പാറ്റ്. അത് ഡയറക്റ്റ് കോമ്പാറ്റിലോട്ട് പോകാതെ തന്നെ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് അറ്റാക്സിന് പ്രിവെന്റബിൾ ആയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു പാസീവ് ഡിഫൻസ് മെക്കാനിസം മെയിനായിട്ടുള്ളത്. ഇതിന്റെ പാർട്ടായിട്ട് പാസീവ് സർവൈലൻസ് സിസ്റ്റം ഉണ്ട്, മെയിൻലി യൂസിങ് റഡാർ, റേഡിയോ ആൻഡ് എൻജിൻ നോയ്സ്. ഇനി ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏർലി വാർണിംഗ് കൊടുക്കാൻ പറ്റും, എൻഹാൻസ് സിറ്റുവേഷണൽ അവയർനെസ് കീപ്പ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് എഫക്റ്റീവ് ആണ് കമ്പയർ ടു ഡയറക്ട് കോമ്പാക്ട്. സോ ഇത് മെയിൻ പെർസ്പെക്റ്റീവ് നമുക്ക് എവിടെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ GS പേപ്പർ 2 റോൾ ഓഫ് ഗവൺമെന്റ് എൻഷുറിംഗ് ഇന്റേണൽ സെക്യൂരിറ്റി, GS പേപ്പർ 3 ഡിസാസ്റ്റർ സെക്യൂരിറ്റി പ്രിപ്പയർനെസ് ആംഗിളിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾസിൽ നിന്ന് മെയിൻ ആയിട്ട് ഫെച്ച് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ന്യൂസ് അനാലിസിസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് അനാലിസിസ് ഇൻഡസ് വാട്ടർ ട്രീറ്റി റിലേറ്റഡ് ആണ്. അപ്പൊ റീസെന്റ് നമുക്കറിയാം പഹൽഗാം അറ്റാക്കിന് ശേഷം ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ സസ്പെൻഡ് ചെയ്തു. അപ്പൊ അതിന്റെ ആഫ്റ്റർ മാത്തായിട്ട് എന്തൊക്കെ ഇന്ത്യ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഡിസ്കഷൻ എന്ന് നമുക്ക് നോക്കാം. India puts Indus Water Treaty in abeyance. India has temporarily suspended cooperation under Indus Water Treaty, linking it to Pakistan's alleged support to cross-border terrorism. അപ്പോൾ cross-border terrorismത്തിന്റെ സപ്പോർട്ടിന്റെ പാർട്ടായിട്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്ത് ചെയ്തു? ഇൻഡസ് വാട്ടർ ട്രീറ്റി മെയിൻ ആയിട്ട് സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഇതിന് ആക്ച്വലി എന്തൊക്കെയുണ്ട്? ലീഗൽ ആൻഡ് ഡിപ്ലോമാറ്റിക് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഡിപ്ലോമാറ്റിക് ആംബിയൻസിൽ വരുന്ന ഒരു ടേമാണ് അബിയൻസ് എന്നാണ്. ഈ അബിയൻസ് എന്ന് വെച്ചാൽ ടെമ്പററി സസ്പെൻഡ് ചെയ്യുക എന്നാണ് ആക്ച്വലി ഇതിന് അർത്ഥം വരുന്നത്.
It has no legal standing under Indus Water Treaty or international law. It is a political move that allows India to withhold data sharing and water project updates. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഒരു അബ്യൂസ് അല്ലെങ്കിൽ സസ്പെൻഷൻ നടത്തുന്നതിൻ്റെ ഇതുകൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡേറ്റ ഷെയർ ചെയ്യുക, വാട്ടറിന് ഡേറ്റ ഷെയർ ചെയ്യാതിരിക്കുക, അതേപോലെ വാട്ടർ റിലേറ്റഡ് ആയിട്ട് പ്രോജക്റ്റിന്റെ അപ്ഡേറ്റ്സ് പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ട് ഷെയർ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അബ്യൂസ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എക്കോളജിക്കൽ, ലീഗൽ ആൻഡ് ഡിപ്ലോമാറ്റിക് റിസ്ക് ക്യാരി ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് ഗ്ലോബലിൽ നല്ല സ്റ്റാച്ചർ, പീസ് കീപ്പിംഗ് നേഷൻ എന്നുള്ള സ്റ്റാച്ചർ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഇത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നതാണ് ഓതർ ഇതിൽ പറയുന്നത്. ഇപ്പൊ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ പോയിന്റേഴ്സ് ആണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളായിട്ട് റിലേറ്റഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ന്യൂസിലുള്ളത് പോലെ തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒരു ഹോട്ട് പോയിന്റ് ആണ് ഈ ഒരു ആസ്പെക്റ്റില്. അപ്പൊ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്നാ വന്നത് 1960 വന്നത്. ഇതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് ഈസ്റ്റേൺ റിവേഴ്സ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ ആണെങ്കിൽ വെസ്റ്റേൺ റിവേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. മെയിനായിട്ട് ഇത് ബ്രോക്കർ ചെയ്യുന്ന ആരാണ്? വേൾഡ് ബാങ്ക് ആണ് ഈ വാട്ടർ ഷെയറിംഗ് അഗ്രിമെന്റ് മെയിനായിട്ട് ബ്രോക്കർ ചെയ്യുന്നത്. ഇനി കുറച്ച് കൺവെൻഷൻസ് ഉണ്ട്, ഇന്റർനാഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻ ഉണ്ട് ഇതേപോലുള്ള ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് വിയന്ന കൺവെൻഷൻ ഓൺ ലോ ഓഫ് ട്രീറ്റീസ് ആണ്. മെയിനായിട്ട് എന്താ കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊവിഷൻസ് എന്താക്കിയെന്ന് വെച്ചാൽ ഈ റൂൾസ് ഫോർ മേക്കിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് ടെർമിനേറ്റിംഗ് ട്രീറ്റി. അപ്പൊ ഒരു ട്രീറ്റി കീപ്പ് ചെയ്യുമ്പോൾ അതിന്റെ റൂൾസ് എങ്ങനെ ഫ്രെയിം ചെയ്യണം, അത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, അത് എങ്ങനെ ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആസ്പെക്ട് മെയിനായിട്ട് കവർ ചെയ്യുന്ന ഒരു കൺവെൻഷനാണ് വിയന്ന കൺവെൻഷൻ ഓൺ ലോ ഓഫ് ട്രീറ്റീസ്. പാക്ടാസ് ആൻഡ് സർവേൻഡ ട്രീറ്റീസ് മസ്റ്റ് ബി ഹോണേഴ്സ്. അപ്പോൾ ഈ ട്രീറ്റിയുടെ ഒരു മെയിൻ ക്ലോസ് ആണ് പാക്ടാസ് ആൻഡ് സർവേൻഡ എന്ന് പറഞ്ഞത്. അതായത് ഇതിലെ എല്ലാ ക്ലോസസും നമ്മൾ ഹോണേഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അഡോപ്റ്റഡ് ഇൻ 1961 യൂണിവേഴ്സൽ ട്രീറ്റി ലോ ഫ്രെയിംവർക്ക്. ഇത് യൂണിവേഴ്സൽ ആയിട്ട് അഡോപ്ഷന് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ആക്ച്വലി ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടില്ല, പാകിസ്ഥാൻ ഈ കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ റാറ്റിഫൈ ചെയ്തിട്ടില്ല. ഇനി ഇതിന്റെ എന്തായാലും ഈ ട്രീറ്റി ഉണ്ടാകുമ്പോൾ അതിന്റെ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അപ്പൊ ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന്റെ പാർട്ടായിട്ട് മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ആണ്. ഇത് എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1899 എസ്റ്റാബ്ലിഷ് വന്നത്. ഇത് നെതർലാൻഡിലെ ഹേഗിലാണ് ഇത് ആക്ച്വലി അഡ്മിനിസ്ട്രേറ്റ് ആയിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ റിസോൾവ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ആരൊക്കെയാണ്? സ്റ്റേറ്റ്സ്, ഓർഗനൈസേഷൻ ആൻഡ് പ്രൈവറ്റ് പാർട്ടി. ക്വസ്റ്റ്യൻ വരാം, ഗവൺമെന്റ് തമ്മിൽ മാത്രമുള്ള ഡിസ്പ്യൂട്ട് റെസൊല്യൂട്ട് ചെയ്യുന്നത് തെറ്റാണ്. ഇത് സ്റ്റേറ്റ്സ് തമ്മിലും ഓർഗനൈസേഷൻ തമ്മിലും പ്രൈവറ്റ് പാർട്ടീസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് മെയിൻ ആയിട്ട് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യ മെമ്പറാണ്, ഹാൻഡിൽസ് ഇന്റർനാഷണൽ ആർബിട്രേഷൻ കേസസ്. സ്പെസിഫിക് ആയിട്ട് ട്രാൻസ് ബൗണ്ടറി റിവേഴ്സിന്റെ അണ്ടറിൽ വരുന്ന മെയിൻ കൺവെൻഷൻസ് അല്ലെങ്കിൽ ട്രീറ്റീസ് ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് 1992 വാട്ടർ കൺവെൻഷൻ അല്ലെങ്കിൽ ഹെൽസിങ്കി കൺവെൻഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കോർപ്പറേഷൻ ഓഫ് ജോയിന്റ് ബോഡീസ് മോണിറ്ററിംഗ്, ഇൻഫർമേഷൻ ഷെയറിംഗ് ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അപ്പോൾ എക്സാമിന് നമുക്ക് മാച്ച് ചെയ്ത ഫോളോയിങ്ങിൽ വാട്ടർ ഷെയറിംഗ് ആയിട്ടുള്ള ഡിബേറ്റ് നോക്കുന്ന കൺവെൻഷൻ ഏതൊക്കെയെന്ന് മാച്ച് ചെയ്ത ഫോളോയിങ്ങിൽ വരാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ഒരു കൺവെൻഷനാണ് ഹെൽസിങ്കി കൺവെൻഷൻ എന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 1992 ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ജോയിന്റ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്തിന്റെ? ട്രാൻസ് ബൗണ്ടറീസിന്റെ. അതേപോലെ 1997 UN വാട്ടർ കോഴ്സസ് കൺവെൻഷൻ ഉണ്ട്. ഇതെന്താ? ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ് സെറ്റ് ഔട്ട് ഗ്ലോബൽ റൂൾസ് ഫോർ ഇക്വിറ്റബിൾ യൂസ്, നോൺ സിഗ്നിഫിക്കന്റ് ഹാം ആൻഡ് പ്രയർ നോട്ടിഫിക്കേഷൻ ആൻഡ് കോഓപ്പറേഷൻ ഓൺ നോൺ നാവിഗേഷണൽ യൂസസ്. അതായത് നാവിഗേഷൻ അല്ലാത്ത അതായത് സെയിലിനോ അതിനൊന്നും യൂസ് ചെയ്യാത്ത നാവിഗേഷൻ പർപ്പസ് അല്ലാത്ത പർപ്പസ് ആയിട്ടുള്ള ഇറിഗേഷൻ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ ആവാം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ വാട്ടറിന്റെ യൂസേജിന്റെ ഡേറ്റാസ് ഷെയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു കൺവെൻഷനാണ് 1997 UN വാട്ടർ കോഴ്സ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മെയിനായിട്ട് ഏതിൽ വരുന്ന പ്രിലിംസ് പോയിന്റിൽ വരുന്നത്. ഇനി മെയിൻസ് ഏരിയയിൽ എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കാം. ഓൺ GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസ് വരും, ഡിപ്ലോമാറ്റിക് ഏരിയയിൽ. GS പേപ്പർ 3 ഇന്റർണൽ സെക്യൂരിറ്റിയിൽ വരും, വാട്ടർ സെക്യൂരിറ്റിയുടെ അണ്ടറിൽ. GS പേപ്പർ 3 ഇമ്പാക്ട് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ഓൺ എക്കോളജിക്കൽ ഏരിയ, ആ ഒരു ഏരിയയിൽ ഇത് മെയിനായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. അടുത്തൊരു ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ടെക്നോളജി റിലേറ്റഡ് ആണ്. ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് എനർജി ഡിമാൻഡിനെ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ന്യൂസ് എന്താ ബ്രീഫ് ചെയ്യുന്നത് നോക്കാം. ജനറേറ്റീവ് AI ടൂൾസ് ലൈക്ക് ChatGPT കൺസ്യൂം മാക്സിമം ഇലക്ട്രിസിറ്റി. അതായത് AI ടൂൾസ് ആയിട്ടുള്ള ChatGPT പോലുള്ള ജനറേറ്റീവ് AI മാസീവ് ഇലക്ട്രിസിറ്റിയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇലക്ട്രിസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് എക്കോളജിക്കലി ഹാം ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഓതർ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ എന്നാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എന്തൊക്കെ എനർജി സോഴ്സസ് ഉണ്ടെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ സ്മോൾ മൊഡ്യൂളർ റിയാക്ടേഴ്സ്, അതായത് സ്മോൾ സ്കെയിലുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ മൊഡ്യൂളർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ
they offer a stable zero carbon 24/7 power supply, making them viable energy source. അതൊരു സ്റ്റേബിൾ ആയിട്ട് നമുക്ക് സീറോ കാർബൺ എമിഷനിൽ ഈ ത്രൂ ഔട്ട് 24/7 നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ആക്ച്വലി അത് സ്മോൾ മൊഡ്യൂളർ റിയാക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ അഡോപ്ഷൻ കൊണ്ട് എന്താ ഉപയോഗം? ടു അഡാപ്റ്റ് SMR എൻഷുർ സ്റ്റേബിൾ AI ഗ്രോത്ത്. അത് നമുക്ക് സ്റ്റേബിൾ AI ഗ്രോത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇന്ത്യക്ക് എസ്പെഷ്യലി ഈ ഒരു സ്മോൾ മൊഡ്യൂളർ റിയാക്ടറിന്റെ ഇൻഫ്യൂഷൻ ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതേപോലെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ AI ഫ്യൂച്ചർ സസ്റ്റൈനബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു അഡോപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ആർട്ടിക്കിൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് എന്ന് നോക്കാം. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ് കീവേഡ് ഏതെന്ന് നോക്കിയാൽ ഫസ്റ്റ് വൺ സ്മോൾ മൊഡ്യൂളർ റിയാക്ടർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ലാർജ് കൺവെൻഷണൽ റിയാക്ടർ ആണ്. ന്യൂക്ലിയർ റിയാക്ടർ നോർമലി കൺവെൻഷനലി ഇത്ര ലാർജ് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്മോൾ മൊഡ്യൂളർ ആകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ഏരിയ കവറേജ് കുറവാണ്, അതിൻ്റെ സ്കെയിലും ആക്ച്വലി കുറവാണ്. അപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു ലാൻഡ് ഏരിയ സെറ്റപ്പിൽ തന്നെ ഇത് റെഡിയാക്കാൻ പറ്റും. ഇതേപോലെ അടുത്തൊരു റിയാക്ടറാണ് മൈക്രോ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക്കലി സ്മോൾ മൊഡ്യൂളർ റിയാക്ടർ എന്തൊക്കെ നോക്കാം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തെന്ന് വെച്ചാൽ ദേ ഹാവ് ലോവർ കാർബൺ എമിഷൻ ആൻഡ് സ്മോളർ ലാൻഡ് ഫുട് പ്രിന്റ് ആൻഡ് ഫ്ലെക്സിബിൾ സിറ്റിംഗ്. ബട്ട് ഇതിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ഇതിന് നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജനറേറ്റ് മോർ ന്യൂക്ലിയർ വേസ്റ്റ് പെർ യൂണിറ്റ് എനർജി. അതായത് ഒരു യൂണിറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് കീപ്പ് ചെയ്യുന്ന ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് വെച്ചാൽ ഹ്യൂജ് ആണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു പോരായ്മയാണ്. ഹയർ റേഡിയോ ടോക്സിസിറ്റിയാണ്. റേഡിയോ ടോക്സിസിറ്റി ഹൈ ആണ്. കോംപ്ലക്സ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. വേസ്റ്റ് മാനേജ്മെന്റും കോംപ്ലക്സ് ആണ്. സോ ഇത് പിന്നും വൾണറബിൾ ടു വാട്ടർ ഷോർട്ടേജ് ഫോർ കൂളിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ ഡിസ്റപ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇത്രയാണ് സ്മോൾ മൊഡ്യൂൾ റിയാക്ടറിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എക്സാമിന് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം, അത് കൺസിഡർ ചെയ്യും. ഓഫ് കോഴ്സ് ന്യൂക്ലിയർ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ആണ്. റിലയബിൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ഉള്ള ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് ഏത് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ട്. ഇതേ പ്രൊഡ്യൂസ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് നീഡിങ് സെക്യൂർ ലോങ് ടൈം ഡിസ്പോസൽ. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം, ഇപ്പം ബസിംഗ് ആയിട്ടുള്ള വേർഡാണ്. പക്ഷേ ഇത് എങ്ങനെ എനർജിയായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ദേ യൂസ് ഹൈ എനർജി ഫോർ ഡാറ്റാ സെന്റേഴ്സ് ആൻഡ് മോഡൽ ട്രെയിനിങ്, ജനറേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇ വേസ്റ്റ് ആൻഡ് യൂസസ് റെയർ എർത്ത് മിനറൽസ്. ഓക്കെ, ഇത്രയാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ് മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഈ ഒരു മെയിൻ കീവേഡ്സിൻ്റെ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് കണക്ട് ചെയ്യുന്ന വെച്ചാൽ മീൻസിന് GS പേപ്പർ 2 ഗവർണൻസിൽ പോളിസി ആൻഡ് റെഗുലേഷൻ ആംഗിളിലും GS പേപ്പർ 3 എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി ആംഗിളിലും നമുക്ക് ഇത് മെയിനായിട്ട് കണക്ട്. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസ് ആർട്ടിക്കിളിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ നമ്മൾ സൊസൈറ്റി ന്യൂസ് ആണ്. ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇത് അബൌട്ട് കാസ്റ്റ് സെൻസസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കാസ്റ്റ് സെൻസസ് എന്നാ ഉണ്ടായ 1931 ഉണ്ടായത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ നിയർലി സെഞ്ചുറി കാസ്റ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ അപ്കമിംഗ് ഡീക്കേഡൽ സെൻസസ്. വരുന്ന ഡീക്കേഡൽ സെൻസസിൽ ഈ 1931 ശേഷം ആദ്യമായിട്ട് എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? കാസ്റ്റ് ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ചാലഞ്ചസ് ഉള്ളതെന്ന് നോക്കാം. ഇത് കോംപ്ലക്സ് ആണ്. ഇനി കുറച്ച് ലീഗൽ ചാലഞ്ചസും ഉണ്ട്. ഇഷ്യൂസ് സച്ച് ആസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാസ്റ്റ് വെസ്റ്റസ് സബ് കാസ്റ്റ് ഒരു ഇഷ്യൂ ആണ്. റീജിയണൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് വേരിയേഷൻ ഒരു ഇഷ്യൂ ആണ്. ലാക്ക് ഓഫ് കോംപ്രഹെൻസീവ് കാസ്റ്റ് ലിസ്റ്റ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒരു മെയിൻ ഒരു പ്രൊസീജിയേഴ്സ് ചാലഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് വെച്ചാൽ ഇത് പൊളിറ്റിക്കൽ സോഷ്യൽ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ ഷെയറിംഗ് ആണ്. അപ്പോൾ അത് അങ്ങോട്ടുള്ള പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ അത് എന്തോരം ഇംപ്രകഷൻ ഉണ്ടാക്കും എന്നുള്ള ഇത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊസീജിയർ കൺസെൻസസ് ബേസ്ഡ് ആയിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ഇതിന് റോബസ്റ്റ് ഫ്രെയിം വർക്ക് ഉണ്ടാവണം എന്നാണ് ഈ ന്യൂസിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് പ്രിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഏതൊക്കെ പോയിന്റ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനെ കുറിച്ചാണ്. സെൻസസ് എന്ന് പറഞ്ഞാൽ ഏത് ലിസ്റ്റിൽ വരുന്നെന്ന് ആദ്യം അറിയണം. ഇതൊരു യൂണിയൻ സബ്ജക്റ്റ് ആണ്. ഏതിന്റെ ബേസിൽ ഷെഡ്യൂൾ 7 അണ്ടറിൽ യൂണിയൻ ലിസ്റ്റിന്റെ പാർട്ടായിട്ടാണ് സെൻസസ് വരുന്നത്. ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളാണ് ആക്ച്വലി ഇതിന് ഈ ഒരു സെൻസസ് കീപ്പ് ചെയ്യാൻ പവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 246 ആണ് ആക്ച്വലി സെൻസസിന് ഒരു പവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു സ്റ്റാറ്റ്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാറ്റ്യൂട്ട് ആണ് സെൻസസ് ആക്ട് 1948 എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എംപവർഡ് ടു നോട്ടിഫൈ ആൻഡ് സൂപ്പർവൈസ്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് എന്താ വരുന്നത്? സെൻട്രൽ ഗവൺമെന്റ് പവർ കൊടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട്? നോട്ടിഫൈ ചെയ്യാനും അതിനെ സൂപ്പർവൈസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു ഇലക്ഷന്റെ പാർട്ടായിട്ട് ഈ ഒരു സെൻസസിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് എംപവർ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 82. ഈ 82ന്റെ അണ്ടറിലാണ് ആക്ച്വലി എന്ത് വരുന്നത്? ഡീലിമിറ്റേഷൻ കമ്മീഷനും അതിന്റെ പവർ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസസിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഇത്രയും പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഫോർ SC, ST ആൻഡ് OBC. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റി ഈ സെക്ഷൻ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഉണ്ടെന്ന് നോക്കാം.
റിസർവേഷൻ റെപ്രസെന്റേഷൻ ഓഫ് SC and ST ഇൻ ലെജിസ്ലേച്ചർ. ഇത് ആക്ച്വലി പറയുന്ന ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 330 ആർട്ടിക്കിൾ 332 ആക്ച്വലി ഈ ഒരു റിസർവേഷൻ ആംഗിൾ പറയുന്നത്. മെയിനായിട്ട് എവിടെയാണ് ഈ ഒരു റിസർവേഷനെ കുറിച്ച് ഡിസ്കഷൻ വരുന്നത്? ഓൺ ലെജിസ്ലേഷൻ്റെ ഒരു ഡിസ്കഷനാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ പ്രസിഡന്റിന് നോട്ടിഫൈ ചെയ്യാൻ പറ്റും ആര്? SC ST ഇൻ ദ ലിസ്റ്റ്. അത് ഏതിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 341 ആർട്ടിക്കിൾ 342 മെയിനായിട്ട് ആ ഒരു പവർ പ്രസിഡന്റിന് കൊടുക്കുന്നത്. പക്ഷെ OBCക്ക്, അതായത് അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് സ്പെസിഫിക് ആയിട്ട് ഒരു മെൻഷനിങ് ഇല്ല ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. പക്ഷേ ഗവൺമെന്റ് OBCയുടെ റിസർവേഷന് എനേബിൾ ചെയ്യാനുള്ള പവർ കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റിൽ ആർട്ടിക്കിൾ 15 ക്ലോസ് 4 ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ആ ഒരു പവർ കൊടുത്തിട്ട് എഡ്യൂക്കേഷൻ ബോഡിയിലും ജോബ്സിലും എന്ത് കൊടുക്കുന്നത്? റിസർവേഷൻ മെയിനായിട്ട് കൊടുക്കുന്നത്. ദെൻ അബൌട്ട് സോഷ്യോ എക്കണോമിക് സെൻസസ് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് 1931 ഇപ്പം അതിനുശേഷം ആദ്യമായിട്ട് ഈ ഡീക്കേഡൽ സെൻസസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് രോഹിണി കമ്മീഷൻ. ഈ ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്തതെന്നാണ് 2017 എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സാമിൻ സബ് കാറ്റഗറൈസേഷൻ ഓഫ് OBC. അപ്പോൾ OBCയുടെ അണ്ടറിൽ തന്നെ എന്തൊക്കെ സബ് കാറ്റഗറൈസേഷൻ വേണം എന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മേക്ക് ചെയ്ത ഒരു കമ്മീഷനാണ് രോഹിണി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ എയിം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എൻഷുർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർവേഷൻ എമംഗ് OBC സബ് ഗ്രൂപ്പ്സ്. അപ്പോൾ OBCയുടെ ഇടയിൽ തന്നെ ചില ഗ്രൂപ്പ്സ് എന്താണ് എക്കണോമിക്കലി നല്ല ഫോർവേഡ് ആണ്, ചിലർ എക്കണോമിക്കലി നല്ല ബാക്ക്വേർഡ് തന്നെയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരാനും ക്രീമി ലെയർ കൺസെപ്റ്റ് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? രോഹിണി കമ്മീഷൻ മെയിനായിട്ട് വന്നത്. അപ്പോൾ നമുക്കിത് മെയിൻസിൽ ഏതൊക്കെ പോയിന്റിൽ നോക്കാം. GS പേപ്പർ 2 ഗവർണൻസ് ആംഗിളിൽ വെൽഫെയർ സ്കീം ഓഫ് വൾണറബിൾ സെക്ഷനും പൊളിറ്റി റോൾ ഓഫ് കാസ്റ്റ് ഇൻ അഫർമേഷൻ ആക്ഷൻ എന്നുള്ള ഒരു ആംഗിളിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ഡിസ്കഷന് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലോട്ട് പോകും. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർബിട്രറി ഡിറ്റൻഷനെയും റൂൾ ഓഫ് ലോയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് വെച്ചാൽ ആസാമിലെ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡിക്ലെയർഡ് ആസ് ഫോറിനേഴ്സ്, എന്നിട്ട് അവർ ആർബിട്രറി ഡിറ്റൻഷൻ ഫേസ് ചെയ്യാണ്. അപ്പൊ ഇതിന് അവർക്ക് പ്രോപ്പർ ആയിട്ടൊരു ലീഗൽ ഫ്രെയിംവർക്കോ അതിനുശേഷം അവരെങ്ങനെ ഡിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റോ ഒന്നും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിളിന്റെ വയലേഷൻ എന്നാണ് ഓതർ പറയുന്നത്. ഇത് ആക്ച്വലി വയലേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 22 വയലേഷൻ വരുന്നുണ്ട്. അതേപോലെ റൂൾ ഓഫ് ലോ ഇത് ത്രട്ടൺ ചെയ്യുന്നുണ്ട് എന്നാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. റൂൾ ഓഫ് ലോ എങ്ങനെ ത്രട്ടൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ആക്ഷൻ അൺചെക്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതും അത് സെപ്പറേഷൻ ഓഫ് പവറിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി മെയിനായിട്ട് ഈ ഓതർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നെങ്കിൽ ഫസ്റ്റ് ഇസ് നാഷണൽ സെക്യൂരിറ്റി ആക്ട്. ഇത് എന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 98 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അണ്ടറിലാണ് മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ക്യാൻ ഡിറ്റെയിൻ എനിവൺ ഇറ്റ് കൺസിഡർ ആസ് ത്രെഡ് ടു ഇന്ത്യ സെക്യൂരിറ്റി. അപ്പൊ ഇന്ത്യ സെക്യൂരിറ്റിക്ക് ത്രെഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡിറ്റെയിൻ ചെയ്യാം. ഇതാച്ചും ഹൈലി ആർബിട്രറി ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു പ്രോസസ് ആയിരുന്നു അന്ന്. അപ്പൊ ഇതിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ്? പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ ടൂളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദേ ക്യാൻ പ്രിവെന്റീവ് ഡിറ്റെന്റ് അപ്പോൺ 12 months ഫോർ സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് ഓർഡർ ത്രെഡ്. ഇത് ബോത്ത് സെൻട്രൽ സ്റ്റേറ്റിന് ഡിറ്റൻഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടാവും, അതനുസരിച്ച് ഡിറ്റൻഷൻ ഈ അഡ്വൈസറി ബോർഡിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 3 weeks വരെ നമുക്ക് ഡിറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ. അതിനുശേഷം വന്നിട്ടുള്ള വേറൊരു ആക്ടാണ് ഫോറിനേഴ്സ് ആക്ട് 1946. ഡിക്റ്റേറ്റ്, ഡിറ്റെയിൻ ആൻഡ് ഡിപ്പോർട്ട് ഫോറിനേഴ്സ്. പേഴ്സൺ മസ്റ്റ് പ്രൂവ് സിറ്റിസൺ ഇഫ് ക്വസ്റ്റ്യൻഡ്. ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ക്ലോസ്. ഇതാണ് ആക്ച്വലി ഇന്ത്യൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്ത നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. ആസാമിലോട്ട് സിറ്റിസൺഷിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂവിൽ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ആക്ട് ഫോറിനേഴ്സ് ആക്ട്. ദെൻ സിറ്റിസൺഷിപ്പ് ആക്ട്. ഇത് മെയിനായിട്ട് എന്താണ്? റൂൾസ് ഫോർ അക്വയറിംഗ് ടെർമിനേറ്റിംഗ് ഇന്ത്യ സിറ്റിസൺഷിപ്പ് അമെൻഡഡ് മൾട്ടിപ്പിൾ ടൈം സ്പെഷ്യൽ ആസാം പ്രൊവിഷൻ അണ്ടർ സെക്ഷൻ 6. സിറ്റിസൺഷിപ്പ് നമുക്ക് അറിയാം, ഫസ്റ്റ് 2-3 തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസാമിന് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട്, അതിൻ്റെ അണ്ടറിൽ സെക്ഷൻ 6A. നെക്സ്റ്റ് വൺ ഫണ്ടമെന്റൽ റൈറ്റിലെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. എന്താ പറയുന്നത്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഗ്യാരണ്ടീഡ് ബൈ ലോ, ഡിപ്രവേഷൻ ഓൺലി ബൈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ. അപ്പോൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ ഡിപ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 22 പ്രിവെന്റീവ് ഡിറ്റൻഷൻ. സോ ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആർട്ടിക്കിൾ എന്താ പറഞ്ഞത്? അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള റൈറ്റ്സിനെ കുറിച്ചാണ്. റൈറ്റ് ഓൺ അറസ്റ്റ്, ഇൻഫോംഡ് ആൻഡ് ലീഗൽ കൺസെന്റ് ടു മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours. ഇനി എക്സെപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു എക്സെപ്ഷനിൽ വരുന്നതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. അപ്പോൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ വരുന്ന സമയത്ത് ഈ ഒരു സേഫ് ഗാർഡ്സ് ഉണ്ടാവില്ല. ഈ ഒരു അഡ്വൈസറി ബോർഡിന്റെ ഒരു അഡ്വൈസ് അനുസരിച്ചാണ് നടക്കുന്നത്. മാക്സിമം 3 months വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് റിവ്യൂ. അതിനുശേഷം റിവ്യൂ വേണം. അലൗസ് ഡിറ്റൻഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് ഓർഡർ. ഇത് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്ത് വരാറുണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മൾ ഒപ്പോസ് ചെയ്യുന്നതിന്, ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ ഡിറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.
Then come National Registry of Citizen ഉണ്ട്, രജിസ്റ്റർ ഫോർ ഇന്ത്യൻ സിറ്റിസൺ, ദെൻ ഫോറിൻ ട്രിബ്യൂണൽസ് ഉണ്ട് മെയിനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അറിയേണ്ട മെയിൻ കീവേഡ്സും അതിൻ്റെ ഒരു ബ്രീഫിങ്ങും വരുന്നത്. സോ മെയിൻ പെർസ്പെക്റ്റീവിൽ ഇത് എവിടെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ പൊളിറ്റി ആൻഡ് ഗവർണൻസ് ആംഗിളിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ മെയിനായിട്ട് കണക്ട് ചെയ്യാം. എത്തിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആംഗിളിൽ GS പേപ്പർ 4 നമുക്ക് കണക്ട് ചെയ്യാം. അതിന് ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് വരും. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കേസ് ലോ എന്ന് വെച്ചാൽ രാജുബാല ദാസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് മെയിനായിട്ട് എന്ത് ചെയ്യുന്നു, റൈസസ് ജൂറിസ്പ്രുഡൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഓൺ ലിബർട്ടി ആൻഡ് സിറ്റിസൺഷിപ്പ്. അപ്പം സിറ്റിസൺഷിപ്പിനെ ലിബർട്ടിയും ബേസ് ചെയ്തിട്ടുള്ള ജൂറിസ്പ്രുഡൻഷ്യൽ ക്വസ്റ്റ്യൻ മെയിനായിട്ട് ഡിബേറ്റിൽ വന്ന ഒരു കേസ് ലോ ആണ് രാജുബാല ദാസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇൻ 2020. അപ്പോൾ ഇത്രയും നിങ്ങൾ മെയിനായിട്ട് അറിയണം ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ഒരു എൻവയോൺമെന്റൽ ന്യൂസ് ആണ്. ഇത് മെയിനായിട്ട് നമ്മൾ ടെക്നോളജി അഡോപ്ഷൻ ആയിട്ടുള്ള ഹൈഡ്രജൻ അഡോപ്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിന്റെ അഡോപ്ഷനും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ അർബനൈസേഷൻ കാരണം എയർ പൊല്യൂഷൻ ക്രൈസിസ് ഹൈ ആണ് ഇന്ത്യൻ സിറ്റീസിൽ, എസ്പെഷ്യലി എന്തിന്റെ ബേസ് ചെയ്തിട്ട് PM2 പർട്ടിക്കുലർ മാറ്റർ 2.5 എക്സ്പോഷർ. അപ്പോൾ ഇതൊന്ന് കൺസിഡർ ചെയ്തിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന മെഷറാണ് അഡോപ്ഷൻ ഓഫ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഗ്ലോബലി വെഹിക്കിളിന്റെ അഡോപ്ഷൻ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, കഴിഞ്ഞ ഡീക്കേഡായിട്ട് നല്ല രീതിയിൽ അഡോപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ അതിന് പാർട്ടായിട്ട് ഫ്യൂവൽ സെല്ലിന്റെയും അല്ലെങ്കിൽ വെഹിക്കിൾസിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് മെയിനായിട്ട് ഹൈഡ്രജനും ബാറ്ററി വെഹിക്കിളും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നോക്കാം. ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ ഓഫർ ബെറ്റർ ബെനിഫിറ്റ്സ്, ഒരുപാട് ബെനിഫിറ്റ് തരുന്നുണ്ട്, ലൈക്ക് ഫാസ്റ്റർ റീഫ്യൂലിംഗ്, ലോങ് റേഞ്ച്, ബട്ട് ഫേസ് ഹൈ ഓപ്പറേഷണൽ കോസ്റ്റ്. അപ്പോൾ അറിയാം ഇത് ഫാസ്റ്ററായിട്ട് നമുക്ക് ഫ്യൂവൽ ചെയ്യാനും ലോങ് റേഞ്ചിൽ കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കീപ്പ് ചെയ്യാനും പറ്റും. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ആണ്. അറിയാം ഹൈഡ്രജൻ ഹൈലി ഫ്ലെയിമബിൾ ആണ്. അപ്പോൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈലി tedious ടാസ്കുമാണ്. ഈ ഒരു മെയിൻ ചലഞ്ചാണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ലിമിറ്റിംഗ് അഡോപ്ഷനിലോട്ട് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇത് ഓവർകം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ടെക്നോളജി ലെവലിൽ റിസർച്ച് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ള കീ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് PM2.5 എന്ന് വെച്ചാൽ ഫൈൻ പാർട്ടിക്കിളാണ്. 2.5 മൈക്രോമീറ്ററിന് താഴെയുള്ള ഫൈൻ പൊല്യൂട്ടൻ പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, PM2.5 മെയിനായിട്ട് വരുന്നത്. ഇത് ഹൈലി റെസ്പിറേറ്ററി ഹെയർ ഡിസീസിനെ മെയിനായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ കാരണമാവും. ഇനി മെയിനായിട്ട് ഈ ഫ്യൂവൽ സെല്ലിനെ അഡോപ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രോഗ്രാമിനെ കുറിച്ച് അറിയണം. ഫെയിം ഇന്ത്യ സ്കീമാണ്. ഇതെന്താണ് ഈ സ്കീം മെയിനായിട്ടും ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസെന്റീവ്സ് ഫോർ അഡോപ്ഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ അഡോപ്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസെന്റീവ്സ് കൊടുക്കുക, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക, റിസർച്ച് ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാൻ ഉണ്ട്. ഈ പ്ലാനിന്റെ അണ്ടറിലാണ് ആക്ച്വലി ഏത് വരുന്നത്, ഫെയിം വരുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, റെഡ്യൂസ് എയർ പൊല്യൂഷൻ, ഓയിൽ ഇമ്പോർട്ട് ആൻഡ് പ്രൊമോട്ട് ഗ്രീൻ മൊബിലിറ്റി. ഇത്രയും ആസ്പെക്ട് ആണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഇത്രയാണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ. മെയിൻസിൽ നമുക്ക് എവിടെ ഇത് കണക്ട് ചെയ്യാം, എൻവയോൺമെന്റിൽ പൊല്യൂഷൻ ആൻഡ് ഇമ്പാക്ട് കുറയ്ക്കുന്നതും അർബനൈസേഷനും പൊല്യൂഷനും ആയിട്ടുള്ള റിലേഷൻ അറിയാനും മെയിനായിട്ട് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഒരു ഗെയിം ഓഫ് സ്കിൽ ഗാംബ്ലിംഗ് ഡിബേറ്റിന് ബേസ്ഡ് ആണ്. ഫ്യൂ ഡേയ്സ് ബാക്ക് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ന്യൂസ് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം ഓഫ് സ്കില്ല് ഗാംബ്ലിങ്ങിനെ കോർട്ടിന്റെ അണ്ടറിൽ വരികയും അതിന്റെ ഒരു ഡെഫിനിഷന് വേണ്ടിയിട്ടുള്ള ഡിബേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഗവൺമെന്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഇത് ഏതിന്റെ ആംബിറ്റിൽ കൊണ്ടുവരണം, ഗെയിം ഓഫ് സ്കില്ലിന്റെ അല്ലെങ്കിൽ ഗാംബ്ലിങ്ങിന്റെ ആംബിറ്റിൽ കൊണ്ടുവന്നിട്ട് GST അണ്ടറിൽ കൊണ്ടുവരണമെന്നും ഗവൺമെന്റ് പറയുന്നത്. ഗവൺമെന്റ് അതിന്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഒരു കമ്പനീസിന് മെയിനായിട്ട് നോട്ടീസ് അയച്ചു. അറൌണ്ട് അബൌട്ട് 1.12 lakh crore എമൗണ്ട് വരുന്ന ഒരു GST ബില്ലിംഗ് ആണ് പല കമ്പനീസിനും മെയിനായിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഹൈലി ലീഗൽ ഇംപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് ഓദർ മെയിനായിട്ട് പറയുന്നത്. കാരണം ഇത് ഒരു ഗെയിം, ഞാൻ സ്കിൽ ഗെയിം എന്നുള്ള രീതിയിൽ കോർട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അണ്ടർ ആർട്ടിക്കിൾ 19 ക്ലോസ് 4 ഏതിൻ്റെ അണ്ടറിൽ, ഫണ്ടമെന്റൽ റൈറ്റിന്റെ അണ്ടറിൽ. പക്ഷേ ഗവൺമെന്റ് പറയുന്നത് ഇതൊരു ഗാംബ്ലിംഗ് സൈഡിലോട്ട് പോകുന്നു എന്നുള്ളതും അതുകൊണ്ട് തന്നെ GST ഇതൊരു ആംബിറ്റിൽ വരുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഗവൺമെന്റിന്റെ മെയിൻ ഡിബേറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗെയിം ഓഫ് സ്കില്ലിന്റെ ഡെഫിനിഷൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നുള്ളത്, ഇത് ആക്ച്വലി സുപ്രീം കോർട്ടിന്റെ മെയിൻ ഒരു ഡെഫിനിഷനാണ്. ഇതൊരു ഗാംബ്ലിംഗ് അല്ല, ഗെയിം ഓഫ് സ്കില്ലിന്റെ അണ്ടറിലാണ് വരുന്നതെന്നുള്ളത്. പക്ഷെ ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്, മെയിനായിട്ട് സ്റ്റേറ്റ്സ് ആണ്. ഏതിന്റെ അണ്ടറിൽ, സ്റ്റേറ്റ് ലിസ്റ്റിന്റെ അണ്ടറിൽ. അതിൻ്റെ അകത്താണ് ഏത് മെയിനായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് മെയിനായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ പാർട്ടായിട്ട് നമുക്ക് GST സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കൺട്രിയിൽ ഡ്യുവൽ മോഡാണ് മെയിനായിട്ടുള്ളത്. സെൻട്രൽ GST, സ്റ്റേറ്റ് GST എന്നുള്ളത്. പിന്നെ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഗുഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, IGST ഉണ്ട്. യൂണിയൻ ടെറിട്ടറി കറസ്പോണ്ടിങ് സ്റ്റേറ്റ് GSTയുടെ പാർട്ടായിട്ട് UT-GST മെയിനായിട്ടുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ സ്ട്രക്ചർ മെയിനായിട്ട് വരുന്നത്. വിത്തിൻ യൂണിയൻ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ CGSTയും UT-GST മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ എന്തുണ്ടാവും, CGST, SGST ഉണ്ടാവും. ബിറ്റ്വീൻ സ്റ്റേറ്റ് ആണെങ്കിൽ എന്തുണ്ടാവും, IGST മെയിനായിട്ട് ഉണ്ടാവും.
അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ സ്ട്രക്ചർ വരുന്നത്. ഇതേപോലെ ഡിജിറ്റൽ എക്കോണമി റെഗുലേഷൻ ആക്ട് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരും. കാരണം ഇത് ഓൺലൈൻ ഗാംബ്ലിംഗ് ഏരിയസിൽ വരുന്നത് കൊണ്ട് തന്നെ ഡിജിറ്റൽ റെഗുലേഷന്റെ റൂൾസ് ഇതിൻ്റെ അകത്ത് മെയിൻ അപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കാം. മെയിൻലി ഇൻ ഗവർണൻസ് ആംഗിൾ ലീഗൽ വേഴ്സസ് എത്തിക്കൽ റെഗുലേഷൻ്റെ അണ്ടറിൽ വരും, എക്കോണമിയിലെ ഡിജിറ്റൽ മാർക്കറ്റിന്റെ അണ്ടറിൽ വരും, ടെക്നോളജി ആൻഡ് എത്തിക്സ് എന്നുള്ള രീതിയിൽ അപ്ലൈഡ് എത്തിക്സിന്റെ പാർട്ടായിട്ടും GS പേപ്പർ 4 നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ്. So moving to next news article. Okay, next news article related to നമ്മളെ ഫോറസ്റ്റ് റൈറ്റ് ആക്ടും ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റി റൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റെഗുലേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഫോറസ്റ്റ് റൈറ്റും അതിന് കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്സ് മെയിനായിട്ട് എന്താണ് ഒരു ഫോർട്രസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്തിൻ്റെ ഫോർട്രസ് ആയിട്ട് കമ്മ്യൂണിറ്റി റൈറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു ഫോർട്രസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ആക്ച്വലി എന്ത് പറയുന്നത് ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് പറയുന്നത്. പല രാജ്യങ്ങളിലും ഇൻഡിജിനിയസ് പീപ്പിൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ട്രൈക്കിലാണ്. ഇന്ത്യയിൽ ആക്ച്വലി ഇതൊരു പ്രശ്നമില്ലായിരുന്നു, കാരണം കറന്റ് നമുക്കുണ്ടായിരുന്ന ലോസ് മെയിനായിട്ട് ഫോറസ്റ്റ് റൈറ്റ് ആക്ടും പെസ ആക്ടും ആയിരുന്നു. പക്ഷെ റീസെന്റ് കുറച്ച് റൂൾസ് ഫ്രെയിം ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ അണ്ടറിൽ 30/30 ടാർഗറ്റ് അണ്ടർ നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയുടെ അടിയിൽ കുറച്ച് റൂൾസും കൂടെ അഡീഷണൽ ഫ്രെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു ഇൻഡിജിനിയസ് പീപ്പിളിന്റെ റൈറ്റിനെ നല്ലോണം സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു റൂൾസാണ് മെയിനായിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നു എന്നാണ് മെയിനായിട്ട് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഇംപ്ലിമെന്റേഷനും ഫ്യൂച്ചർ കൺസേൺ എന്താണെന്ന് നോക്കാം. ഇത് ഗ്ലോബലി ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്രെയിംവർക്ക് ഉണ്ട്, കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്. ഈ ഒരു ഫ്രെയിംവർക്കും അതർ ഏരിയ ബേസ്ഡ് ഫ്രെയിംവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡിജിനിയസ് റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിംവർക്ക് ആക്ച്വലി നമ്മൾ നാഷണൽ ലെവലിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏതിൻ്റെ ബേസിലാണ്? ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ബേസ്ഡ് ഗവർണൻസിൻ്റെ അണ്ടറിലാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഈ ഒരു ആക്ടുമായിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കീപ്പ് ചെയ്യാൻ പറ്റൂ? ഇൻഡിജിനിയസ് പീപ്പിളിൻ്റെ റൈറ്റ് മെയിനായിട്ട് നമുക്ക് അപ്ഹോൾഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് ആക്ച്വലി ഈ ആർട്ടിക്കിൾ മെയിനായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലോസ് ഹൈലി കൺസിഡർ ചെയ്യണം എന്നാണ് ആക്ച്വലി ന്യൂസ് ആർട്ടിക്കിളിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഏതൊക്കെ ഏരിയയാണ് ഡിസ്കഷൻ വരുന്നത് നോക്കാം. ഫസ്റ്റ് ഈസ് അബൌട്ട് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഓഫ് 2006. അപ്പോൾ ഈ ആക്ട് എന്താണ് മെയിനായിട്ട് വരുന്ന പ്രൊവിഷൻ? ഇറ്റ് റെക്കഗ്നൈസസ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ആൻഡ് അതർ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിന്റെ റൈറ്റ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ റൈറ്റ് മെയിനായിട്ട്? ആൻഡ് ഫോറസ്റ്റിലെ ടൈറ്റിൽ, അവരുടെ യൂസ്, മാനേജ്മെന്റ് റൈറ്റ്സ്, ഇതാണ് മെയിൻലി അതിൻ്റെ ആംബിറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി മെയിൻ അതർ റൈറ്റ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഓണർഷിപ്പ് റൈറ്റ് ഉണ്ട്, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിന്റെ റൈറ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി റൈറ്റ് ഉണ്ട്, അതേപോലെ ഹാബിറ്റാറ്റ് കൺസർവേഷൻ ഇതിന്റെ ആംബിറ്റിൽ മെയിനായിട്ട് വരും. അപ്പോൾ ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ മൾട്ടി ലെവൽ കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയുടെ അണ്ടറിലാണ് മെയിനായിട്ട് ഇതിന്റെ ഒരു പവർ ഡെവല്യൂഷൻ മെയിനായിട്ട് നടക്കുന്നത്. കറസ്പോണ്ട്ലി ഈ റൈറ്റ് അല്ലെങ്കിൽ ഇൻഡിജിനിയസ് പീപ്പിളിന്റെ റൈറ്റിന്റെ ഇംപ്ലിക്കേഷൻ വരുന്ന വേറൊരു ആക്ടാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മെയിനായിട്ട് വരുന്നത്. അത് മെയിനായിട്ട് റെഗുലേറ്റ്സ് ഹണ്ടിങ്, ട്രേഡ് ആൻഡ് പോച്ചിങ് വൈൽഡ് ലൈഫിൻ്റെ. അത് ഇവരുടെ ഒരു മെയിൻലി ഇവരുടെ ഒരു ലീവിങ് സർവൈവലിന്റെ പാർട്ടായിട്ടുള്ള ആണ് ഈ ഹണ്ടിങ് പോച്ചിങ് ഒക്കെ. അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആക്ടാണ് മെയിനായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് മെയിനായിട്ട് വരുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടാണ് പെസ ആക്ട് ഓഫ് 1996, അതായത് പഞ്ചായത്തി രാജ് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾ ഏരിയ. ഇത് മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? എംപവേഴ്സ് ഗ്രാമസഭ ഇൻ ഷെഡ്യൂൾ ഏരിയ. അപ്പോൾ ഷെഡ്യൂൾ ഏരിയയിലെ ഗ്രാമസഭ എംപവർ ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവോട് കൂടി കൊണ്ടുവന്ന ഒരു സ്റ്റാറ്റ്യൂട്ടാണ് പെസ ആക്ട് ഓഫ് 1996. ഇറ്റ് റെക്കഗ്നൈസ് കമ്മ്യൂണിറ്റി റൈറ്റ് ഓവർ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് വാട്ടർ. അപ്പോൾ കമ്മ്യൂണിറ്റി റൈറ്റ്സിന് മെയിനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഈ ആക്ടിൻ്റെ അണ്ടറിൽ. ഇതേപോലെ ഇംപ്ലിക്കേഷനുള്ള വേറൊന്നാണ് ബയോഡൈവേഴ്സിറ്റി ആക്ട്. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി ആക്ടിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി വരുന്നത്. അതിന്റെ അണ്ടറിൽ പിന്നെ എന്ത് വരും? സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് വരും, പിന്നെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി വരും. ഈ കമ്മിറ്റിയുടെ അണ്ടറിലുള്ള പവറാണ് പിന്നെ എങ്ങോട്ട് ഡിവോൾവ് ചെയ്യുന്നത്? ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിലോട്ടൊക്കെ ഡിവോൾവ് ചെയ്ത് മെയിനായിട്ട് പോകുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്ലോബൽ ലെവലിലുള്ള ഇമ്പോർട്ടൻ്റ് കൺവെൻഷൻ ആയിട്ടുള്ള കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻഡിജീനിയസ് റൈറ്റിനെ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട വേറൊരു കീവേഡാണ് കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഈ ഫ്രെയിംവർക്ക് എന്നാ അഡോപ്റ്റ് ചെയ്ത്? CBD അല്ലെങ്കിൽ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടി 15 മെയിനായിട്ട് ഇതിനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനറിയപ്പെടുന്നത് എന്താണ്? പാരീസ് എഗ്രിമെന്റ് ഫോർ നേച്ചർ. അപ്പൊ നേച്ചറിന്റെ ഒരു പാരീസ് എഗ്രിമെന്റ് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് വന്നിട്ടുണ്ട് 2015 ഫോർ എൻവയോൺമെന്റ്. അതിന്റെ കറസ്പോണ്ടിങ് കൗണ്ടർ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് കുൻമിൻ മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആംബിറ്റ് എന്താ പറയുക? കൺസർവ് പറയുക, മീൻസ് നമുക്ക് ഏതൊക്കെ ഏരിയ കൺസർവ് ചെയ്യണമെന്ന് ഐഡന്റിഫൈ ചെയ്യുക, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യുന്ന ലുക്ക് ചെയ്യുക, എന്തൊക്കെ റൈറ്റ് സേഫ് ഗാർഡ് ചെയ്യുന്ന ലുക്ക് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് എന്തൊക്കെ റെഗുലേഷൻ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവരണം എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് ആക്ച്വലി ഇത് കുൻമിൻ മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അതിന്റെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്.
ഇനി മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ കണക്ട് ചെയ്യാൻ നോക്കാം. GS പേപ്പർ 2 ഗവർണൻസ് റൈറ്റ് ബേസ്ഡ് വെസ്റ്റ് സ്റ്റേറ്റ് ലെഡ് മോഡൽസിനെ ബേസ് ചെയ്തിട്ടും എൻവയോൺമെന്റ് റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും അല്ലെങ്കിൽ ലോക്കൽ ലെവലിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ എങ്ങനെ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നു എന്നുള്ളതും ഈ ഒരു ആംഗിളിൽ വരും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിളിൽ മെയിനായിട്ട് ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ ഈ ന്യൂസിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നാളെ വേറൊരു ന്യൂസ് ഡെസ്കിൽ പിന്നും കാണാം. സോ താങ്ക് യു.